എല്ലാവരും യൂസ് ചെയ്യുന്ന പെർഫ്യൂം നമ്മൾ വാങ്ങി അടിച്ചിട്ട് കാര്യമില്ല. അത് മലയാളികളുടെ പൊതുശീലമാണ്. ഒരാളെടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റു പലരും അതേ സാധനം തന്നെ വാങ്ങും. 3000 രൂപ 3500 രൂപ മുടക്കുമ്പോൾ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റു പലരുടെയും അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് പിന്നെ പെട്ടുപോകുന്നുണ്ട്. നിങ്ങൾ മാളിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക, അടിച്ചു നോക്കുക, ഷർട്ടിലൊക്കെ അടിച്ചു നോക്കുക, ബോഡിയിൽ അടിച്ചു നോക്കുക. ചിലർക്ക് ഷർട്ടിലായിരിക്കും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്, ചിലർക്ക് ബോഡിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന തരത്തിലുള്ള പെർഫ്യൂം നിങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. പെർഫ്യൂം ലോഞ്ച് ചെയ്തതിന് 3 കൊല്ലം മുമ്പ് ഒലിവിയർ ക്രീഡും ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന് കാരണക്കാരനായിട്ടുള്ള പിയറി ബോർഡിനും കൂടി ചേർന്ന് 85-ൽ ക്രീഡിൻ്റെ ഗ്രീൻ എയർ സ്റ്റ്വീഡ് എന്നുള്ളൊരു പെർഫ്യൂം ഇറക്കി. അതിൻ്റെ കോപ്പി എന്ന് വേണം പറയാൻ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പെർഫ്യൂമിൻ്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ റിവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലർ കമൻസിൽ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചിലർ ഫോൺ ചെയ്യുമ്പോൾ പറയാറുണ്ട്, വേറെ ചിലർ വാട്സപ്പിൽ അയക്കാറുണ്ട് കൂൾ വാട്ടറിൻ്റെ റിവ്യൂ വേണമെന്ന്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട്. പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. എന്നിരുന്നാലും ഇന്ന് ഇത് തിരഞ്ഞെടുത്തു. ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് പ്രത്യേകിച്ച്. ഒരു പെർഫ്യൂം അറിയില്ലെങ്കിലും ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എല്ലാവർക്കും വളരെ ഫെമിലിയറാണ്. CKയും ഡേവിഡ് ഓഫ് കൂൾ വാട്ടറുമാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെർഫ്യൂം. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1988 ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. പിയറി ബോർഡോൺ എന്നുള്ളൊരു പെർഫ്യൂമറാണ് ഇത് ഇറക്കിയത്, ഫ്രം ദ ഹൗസ് ഓഫ് ഡേവിഡ് ഓഫ്. അപ്പോൾ അന്ന് മുതൽ ഇന്നും ഡേവിഡ് ഓഫിൻ്റെ കൂൾ വാട്ടറിൻ്റെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലാങ്കറുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു കോൺസെൻട്രേഷനാണ്, ഓഡറ്റോറിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾ ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയണ്ട, കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താണ് പെർഫ്യൂമിലേക്ക് എന്നെ എത്തിച്ചത് ഈ ഒരു പെർഫ്യൂം തന്നെയാണ്, സംശയമൊന്നുമില്ല. അന്ന് വാങ്ങിയപ്പോൾ ഇതിനൊരു ബണ്ടിലാട്ടോ വാങ്ങിയത്. ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ എനിക്ക് തോന്നുന്നു ഷവർ ജെല്ലും പിന്നെ ഫേസ് വാഷും കിട്ടിയിരുന്നു 125 ml. അത് കുറേ കാലം ഞാൻ ഉപയോഗിച്ചു. മൂന്നിനും ഒരേ മണം തന്നെയാണ്, കൂൾ വാട്ടറിൻ്റെ മണം തന്നെയാണ് ഫേസ് വാഷിനും ഷവർ ജെല്ലിനും, ആഫ്റ്റർ ഷേവറിനും. അപ്പോൾ ഇതെന്താണ് ഈ ഒരു മണം? അപ്പോൾ ഇതിന് പലരും പറയുന്നത് ഇതൊരു ഫ്രഷ് പെർഫ്യൂം എന്ന രീതിയിലാണ് പറയുന്നത്. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എന്ന് പറയുമ്പോൾ ഫ്രഷ് പെർഫ്യൂംസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം വരുന്നത് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. ശരിക്കും ഇതൊരു ഫ്രഷ് പെർഫ്യൂമാണോ? വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരിക്കലും ഫ്രഷ് പെർഫ്യൂം അല്ല, ഫ്രഷ് മണമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മണമാണ്. ഇതൊരു അരോമാറ്റിക് സ്മെല്ലെന്നാണ് പറയാം, അത് തന്നെയാണ്. അല്ലാതെ ഇതൊരു ഫ്രഷ് ടൈപ്പാണോ ഷവർ ജെൽ ടൈപ്പാണോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അക്വാറ്റിക് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കൂടുതലൊരു അരോമാറ്റിക് സൈഡിലേക്ക് പോകുന്ന ഒരു പെർഫ്യൂമാണ്. പലരും ഇതിനെ ഫ്രഷ് പെർഫ്യൂം എന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൽ അങ്ങനെ ഫ്രഷ് മണമായിട്ട് എന്താ ഉള്ളത്? ഒരു കുറച്ച് ഹെർബൽ സ്മെല്ലും പിന്നെ ടോപ്പിൽ നിൽക്കുന്ന ഒരു അരോമാറ്റിക് സ്മെല്ലും. അതിനപ്പുറത്തേക്ക് ഒരു ഷവർ ജെൽ ടൈപ്പോ അല്ലെങ്കിൽ ഒരു മറൈൻ അക്വാറ്റിക് സിട്രസി ആയിട്ടുള്ള ടൈപ്പായിട്ടുള്ള മണവുമല്ല. ഇനി ഈ പറയുന്ന സിട്രസി അല്ലെങ്കിൽ അക്വാറ്റിക് ഇത്തരം നോട്ടുകൾ ചേർക്കാതെ തന്നെയുള്ള ഫ്രഷ് പെർഫ്യൂംസും ഉണ്ട്. എന്നാൽ അത്തരം ഫ്രഷ് പെർഫ്യൂംസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു അരോമാറ്റിക് സൈഡിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഫ്രഷ് എന്ന് വെച്ചാൽ ഫ്രഷ് എന്ന് വിളിക്കാൻ പറ്റില്ല, കൂടുതലും ഞാൻ പറഞ്ഞു തന്നെയാണ് ഒരു അരോമാറ്റിക് സ്മെൽ. എന്താണെന്നറിയില്ല ഇതിനെ ഫ്രഷ് പെർഫ്യൂം എന്ന് വിളിക്കുന്നത്. മണമെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും 1988 ഞാൻ പറഞ്ഞില്ലേ ലോഞ്ച് ചെയ്ത് 1988 പിയറി ബോർഡർ എന്നുള്ള പെർഫ്യൂമറാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും 1988 കൂൾ വാട്ടർ ഇറങ്ങുന്നതിന് 3 കൊല്ലം മുമ്പ് ഒലിവിയർ ക്രീഡും പിന്നെ ഇതേ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിനും പ്രവർത്തിച്ച അതേ ആൾ തന്നെ പിയറി ബോർഡോനും കൂടി ചേർന്ന് ഇറങ്ങിയതാണ് ക്രീഡിൻ്റെ ഗ്രീൻ എയർ സ്റ്റ്വീഡ് എന്നുള്ളൊരു പെർഫ്യൂം ഇറക്കി. അതിൻ്റെ കോപ്പി എന്ന് വേണം പറയാൻ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. ഇതിന് 3 കൊല്ലം മുമ്പേ ഇറങ്ങിയതാണ് ക്രീഡിൻ്റെ ഗ്രീൻ എയർ സ്റ്റ്വീഡ്. നിങ്ങൾ അത് സ്മെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് വളരെ ബന്ധമുണ്ട്. എന്നാൽ ഇത് സിന്തറ്റിക് ആണെങ്കിൽ അത് കുറേ നാച്ചുറൽ ആയിട്ടുള്ള ഒരു DNA ആണ്. ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഗ്രീൻ എയർ സ്റ്റ്വീഡ്. അപ്പോൾ അതാണ് എനിക്ക് കുറേ കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഇതിനേക്കാൾ ലോങ്ജിവിറ്റി ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നോട്ടൊന്നും പറയുന്നില്ല. ഇതൊരു ഞാൻ പറഞ്ഞ ഒരു അരോമാറ്റിക് സ്മെല്ലാണ്. എല്ലാവിധ ഒരു ഗ്രീൻ നോട്ട്സും റോസ്മേരി, അതുപോലെ ലാവൻഡർ, ഓപ്പണിങ് ചെറിയൊരു മിൻറ്റിൻ്റെ, പിന്നെ കുറേയേറെ ഒരു അരോമാറ്റിക് സൈഡിലേക്ക് പോകുന്ന കുറേ നോട്ടുകൾ. അത് തന്നെയാണ് ഇതിൻ്റെ മണവും. പ്രത്യേകിച്ച് അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഫെമിലിയർ ആയിട്ടുള്ള DNA. കാരണം
എല്ലാവരുടെ കയ്യിലും ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ ഒരു സ്മെല്ല് പലർക്കും കിട്ടിയിട്ടുണ്ടാവും. പലരുടെ കയ്യിൽ ഇതിൻ്റെ ക്ലോൺസും ഉണ്ടാവാം. അതുകൊണ്ട് വളരെ കോമൺ ആണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ വാങ്ങണമെന്ന് വെച്ചാൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഈ കൂൾ വാട്ടറിൻ്റെ ഒറിജിനൽ തന്നെയോ അല്ലെങ്കിൽ ഇതിൻ്റെ അതേ മണം തന്നെ ഉണ്ടാക്കി തരുന്നിടത്ത് നിന്ന് വാങ്ങി സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ യുണീക്കല്ല, ഒരുപാട് ആൾക്കാരുടെ കയ്യിലുണ്ട് ഈ ഒരു പെർഫ്യൂം. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യില്ല, ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. പഴയ ഞാൻ 2008 2009 ആവുന്ന സമയത്ത് കുറച്ചെങ്കിലും ലാസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് അത് ലാസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ പ്രൊഡക്ഷനും വളരെ വീക്കാണ്. നമ്മളൊരു 20-25 തവണയൊക്കെ അടിച്ചാൽ മാത്രമേ ആൾക്കാരിലേക്ക് ആ മണം എത്തൂ. എൻ്റെ അഭിപ്രായം പറയുവാണ്, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒട്ടും ലാസ്റ്റിംഗ് കിട്ടാത്തൊരു പെർഫ്യൂമാണ് കൂൾ വാട്ടർ. മണം കൊള്ളാം, പക്ഷെ ഒരുപാട് ആൾക്കാരുടെ ഹൈപ്പ്, പ്രത്യേകിച്ച് മലയാളികൾ വേണ്ടാത്ത ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഈ ഒരു പെർഫ്യൂമിന്. എന്താണെന്നറിയില്ല. അപ്പോൾ ഈ ഹൈപ്പ് കാരണം നമുക്ക് വെറുപ്പ് തോന്നും. ഉള്ളത് പറഞ്ഞാൽ ഇത്രയും അധികം ഉണ്ടോ, ഇതിന് ഇത്രയും തള്ളിമറിക്കേണ്ട സംഭവം എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുക. ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എന്ന് പറയുമ്പോൾ എന്തോ പ്രത്യേക ഒരു വികാരം പോലെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മറ്റു പല പെർഫ്യൂംസ് സ്മെല്ല് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിനൊക്കെ വലിയ ഹൈപ്പ് കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും താഴ്ത്തിക്കിട്ട് പറയുകയല്ല, ഇത് വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് അതിനപ്പുറത്തേക്ക് മണം നിൽക്കത്തില്ല. 20 മിനിറ്റ് മാക്സിമം. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയത്ത്, രാത്രി ആ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ കൊള്ളാം. അല്ലാതെ പകൽ സമയത്തോ ഓഫീസിലോ ഇപ്പോൾ AC ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. കാരണം ഇതിൻ്റെ മണം വളരെ സട്ടിലാണ്. നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മിക്സിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തോട്ട് വരുമ്പോൾ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻകൗണ്ടറിൽ മാത്രമേ മണം നമുക്ക് കിട്ടൂ, അടുത്തിരിക്കുന്നവർക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു അരോമാറ്റിക് സ്മെല്ലായതുകൊണ്ട് തന്നെ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു DNA ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അധികം ലൗഡായിട്ടല്ലാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒതുങ്ങിയ ഒരു ആൾക്കാർക്ക് പറ്റിയ പെർഫ്യൂമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ കാമായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ പെർഫ്യൂമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പെർഫ്യൂം കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലോങ്ജിവിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രായം, ഇതിപ്പോൾ ഏത് പ്രായക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലേഡീസ് അടക്കം ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു പെർഫ്യൂം. ഈ ഒരു മണം എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെർഫ്യൂംസ് ഉപയോഗിച്ചത് കൊണ്ട് ഇതൊന്നും അല്ല, ഇതിനപ്പുറമുള്ള, ഇതിനേക്കാൾ വില കുറഞ്ഞത് എന്നാൽ ഇതിനേക്കാൾ എന്താ പറയുക, ഹൈപ്പും അല്ല ഇതിനേക്കാൾ ഒരുപാട് പ്രശംസ അർഹിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പെർഫ്യൂംസും വേറെയുമുണ്ട്. ഈ ഒരു ഇത്രയും വില കൊടുത്താൽ ഇതിനേക്കാൾ നല്ല പെർഫ്യൂംസ് വേറെയും കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. പകരം ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എടുക്കുന്നതിന് പകരം ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഇൻറ്റൻസ് എടുത്താൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും, കുറച്ചും കൂടി പ്രൊജക്ഷൻ കിട്ടും. അപ്പോൾ അതെടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് എടുക്കുന്നുള്ളവർ. ഇത്രയും പറഞ്ഞത് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. പലർക്കും അവരുടെ ഓർമ്മകളുമായിട്ട്, പഴയകാല ഓർമ്മകളുമായിട്ട് ബന്ധമുള്ളൊരു പെർഫ്യൂമാണ്. കാരണം 1988 ഇത് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പലരുടെയും ഫേവറേറ്റ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പെർഫ്യൂം. എന്നിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇത് വാങ്ങുന്നവർ 3500 രൂപ കൊടുത്ത് ഇത് വാങ്ങുന്നതിന് പകരം ഒരു 1000-1500 രൂപ കൊടുത്തൊരു ഡിസൈനർ പെർഫ്യൂംസ്, മറ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് എടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ഉദാഹരണത്തിന് വെർസാച്ചെ, പോറോം, അതുപോലെ പല പെർഫ്യൂംസും ഉണ്ട് ഈ റേഞ്ചിൽ. ഒരു 1500 രൂപ അല്ലെങ്കിൽ 1000 രൂപ എക്സ്ട്രാ മുടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഓഫറിനൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് വാങ്ങുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കോംപ്ലിമെൻറ്റ്സും കിട്ടും. മാത്രമല്ല കേരളത്തിൽ അധികം ആൾക്കാർ ഉപയോഗിക്കാത്ത പെർഫ്യൂംസും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പെർഫ്യൂംസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കോംപ്ലിമെൻറ്റ് കിട്ടൂ. എല്ലാവരും യൂസ് ചെയ്യുന്ന പെർഫ്യൂം നമ്മൾ വാങ്ങി അടിച്ചിട്ട് കാര്യമില്ല. അത് മലയാളികളുടെ പൊതുശീലമാണ്. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റു പലരും അതേ സാധനം തന്നെ വാങ്ങും. അപ്പോൾ ഈ 10 പേര് വാങ്ങിയിട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ 11ാമത്തെ ആൾ വാങ്ങിയിട്ട് കൊള്ളത്തില്ല എന്ന് തോന്നിയാലും കൊള്ളാമെന്നേ പറയും. അതൊരു സത്യം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെയും കാര്യത്തിൽ. വാങ്ങിയവർക്കറിയാം, ഉപയോഗിക്കുന്നവർക്കും അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത്. എനിവേ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ചും കൂടി പൈസ മുടക്കി നല്ലൊരു ഡിസൈനർ പെർഫ്യൂം, ലോങ്ജിവിറ്റി പ്രൊജക്ഷനുള്ള പെർഫ്യൂം വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ മാളിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് പറയുക, 5000 രൂപ അല്ലെങ്കിൽ 4500 രൂപ. ആ ഒരു രൂപയ്ക്ക് ചേരുന്ന നല്ലൊരു പെർഫ്യൂം നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും ഉചിതം. പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു 41 ഡിഗ്രി, ഇപ്പോൾ പാലക്കാടൊക്കെ 41 ഡിഗ്രി സെൽഷ്യസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കൊടും ചൂടിലൊന്നും ഇത് അടിക്കാൻ പറ്റില്ല. കൊടും ചൂടെന്ന് പോയിട്ട് തണുപ്പുള്ള സമയത്ത് പോലും ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അത്ര പെർഫോമൻസ് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് നിങ്ങൾ 4000, 3000 രൂപ, 3500 രൂപ മുടക്കുമ്പോൾ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റു പലരുടെയും
അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് പിന്നെ പെട്ടുപോകുന്നവരുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലാത്തവരൊക്കെ ആയിരിക്കും 100, 200, 50 രൂപ വെച്ച് കൂട്ടിയിട്ടായിരിക്കും അവർ ഒരു പെർഫ്യൂംസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലരുടെയും അഭിപ്രായങ്ങൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പൊക്കി അടിക്കുന്ന കണ്ടിട്ട് വാങ്ങി അയ്യോ ലാസ്റ്റ് ചെയ്യുന്നില്ല, കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നില്ല, പ്രൊജക്ഷൻ ഇല്ലാതെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ മാളിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക, അടിച്ചു നോക്കുക, ഷർട്ടിലൊക്കെ അടിച്ചു നോക്കുക, ബോഡിയിൽ അടിച്ചു നോക്കുക. ചിലർക്ക് ഷർട്ടിലായിരിക്കും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്, ചിലർക്ക് ബോഡിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന തരത്തിലുള്ള പെർഫ്യൂം നിങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ മുടക്കിയിട്ട് നല്ലോണം വാങ്ങുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയിക്കാം. താങ്ക് യു സോ മച്ച്.